ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് ചെയിൻ സർവേയിങ്. ചെയിൻ സർവേയിങ് സാധാരണയായി ചെയ്യുന്നത് സ്മോളർ ഏരിയയ്ക്കാണ്. ഇത് ലെസ് ആക്യുറേറ്റ് ആയിരിക്കും, ആക്യുറസി ഇതിന് കുറവായിരിക്കും, ലെസ് ആക്യുറേറ്റ് ആണ്. സ്മോളർ ഏരിയയ്ക്കാണ് ചെയിൻ സർവേയിങ് ചെയ്യുന്നത്. ചെയിൻ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിള് ട്രയാങ്കുലേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതെന്താണ്? വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടാണ്. ഇത് തിരിഞ്ഞു പോകരുത്. പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് എന്ന് എടുത്ത് ചോദിച്ചാൽ അതിൻ്റെ പ്രിൻസിപ്പിൾ ട്രയാങ്കുലേഷനാണ്. അതായത് നമ്മൾ ഒരു ഏരിയയെ ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് ആയിട്ടാണ് ചെയിൻ സർവേയിൽ ചെയ്യുന്നത്. ഈ ട്രയാങ്കിൾസ് നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു കണ്ടീഷനുണ്ട്. അതായത് ഈ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ലെസ് ദാൻ 30 ഡിഗ്രി ആകാനും പാടില്ല, അതുപോലെ 120 ഡിഗ്രിയെക്കാട്ടിയും കൂടാനും പാടില്ല. അതായത് 30 ഡിഗ്രിക്കും 120 ഡിഗ്രിക്കും ഇടയിലായിരിക്കണം വരുന്നത്. ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 120 ഡിഗ്രി ആയിരിക്കണം വരുന്നത്. ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിൾസിന് നമ്മളൊരു പേര് പറയാറുണ്ടല്ലേ, അതെന്താണ്? വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ആയിട്ടാണ് നമ്മൾ ചെയിൻ സർവേയിങ്ങിൽ ചെയ്യാറുള്ളത്. ഓക്കെ, ചെയിൻ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ ട്രയാങ്കുലേഷൻ. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ലെസ് ദാൻ 30 ഡിഗ്രിയും ഗ്രേറ്റർ ദാൻ 120 ഡിഗ്രിയും വന്നാൽ അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെ എന്താ പറയുന്നത്? ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ്. അപ്പോൾ നമ്മൾ ചെയിൻ സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്നത് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ആണ്. ക്ലിയർ ആയല്ലോ? ചെയിൻ സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഫിഗർ കണ്ടല്ലോ, ഇത് നമ്മൾ സർവേ ചെയ്യാനുള്ള ഒരു പ്ലോട്ടാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഇങ്ങനെ ABC എന്നുള്ള പ്ലോട്ടിലാണ് ചെയ്യുന്നത്. ഇതിൽ ലോങ്ങസ്റ്റ് സർവേ ലൈനിൻ്റെ പേര് ബേസ് ലൈൻ എന്നാണ്. ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് സർവേ ലൈൻ. ബേസ് ലൈൻ ലോങ്ങസ്റ്റ് സർവേ ലൈൻ. ലോങ്ങസ്റ്റ് സർവേ ലൈനാണ് ബേസ് ലൈൻ. ഓക്കെ, ഇനി ചെക്ക് ലൈൻ ഉണ്ടല്ലേ, ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ചെക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തേക്കുന്ന വർക്ക് ചെക്ക് ചെയ്യാൻ, അതിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെക്ക് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും അല്ലേ, എന്തോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആക്യുറസി ചെക്ക് ചെയ്യാനുള്ളതാണ് എന്ത്? ചെക്ക് ലൈൻസ്. ചെക്ക് ലൈൻ യൂസ്ഡ് ടു ചെക്ക് ദ ആക്യുറസി. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ട്. ടൈ ലൈൻ ഫോർ ലൊക്കേറ്റിംഗ് ദ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്? ടൈ ലൈൻസ് എടുക്കുന്നത്. അതായത് ബേസ് ലൈനിൽ നിന്ന് നമ്മുടെ എന്തെങ്കിലും ഇപ്പോൾ ബിൽഡിംഗ് ആവാം, അതുപോലെ പോണ്ട് ആവാം, ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് ലൈനിൽ നിന്ന് എടുക്കുന്ന ലൈനാണ് ടൈ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സ്റ്റേഷൻസ് ഉണ്ട്, മെയിൻ സ്റ്റേഷൻസും ഉണ്ട്, സബ്സിഡിയറി സ്റ്റേഷൻസ് അല്ലെങ്കിൽ ടൈ സ്റ്റേഷൻസ് എന്ന് പറയും. 2 ടൈപ്പ് സ്റ്റേഷൻസ് ഉണ്ട്. മെയിൻ സർവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയിൻ ലൈനിന് എൻഡിലുള്ള സ്റ്റേഷൻസ്, നമ്മളെ ബൗണ്ടറിയിലുള്ള സ്റ്റേഷൻസിനാണ് എന്ത്? മെയിൻ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ സബ്സിഡിയറി അല്ലെങ്കിൽ ടൈ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ്സ് ഓൺ മെയിൻ സർവേ ലൈൻ വെയർ ഇറ്റ് ഈസ് നെസസറി ടു റൺ ഓക്സിലറി ലൈൻസ് ഫോർ ലൊക്കേറ്റിംഗ് ദ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ്. നമ്മൾ പറഞ്ഞില്ലേ, ടൈ ലൈൻസ് പറഞ്ഞില്ലേ, ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബേസ് ലൈനിൽ നിന്ന് എടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ലൈൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇങ്ങനെയുള്ള സ്റ്റേഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സിഡിയറി സ്റ്റേഷൻസ് അല്ലെങ്കിൽ ടൈ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ഒരു ടേമാണ് ഓഫ്സെറ്റ് നമ്മൾ എടുക്കുന്നത്
ഒരു പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ബിൽഡിങ്ങിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ സർവേ ലൈനിൽ നിന്ന് ഒരു ലാറ്ററൽ മെഷർമെൻറ്റ്സ് എടുക്കും അല്ലേ. ഇപ്പം ഈ ബിൽഡിംഗ് ആണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ഈ സർവേ ലൈനിൽ നിന്ന് ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസ് എടുക്കും. ഇപ്പം ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് എടുക്കുന്നതെന്ന് വെച്ചോ. അതായത് ഇതിന് പെർപെൻഡിക്കുലറായിട്ടാണ് ഡിസ്റ്റൻസ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇതിന് 90 ഡിഗ്രി ആംഗിളിൽ ഡിസ്റ്റൻസ് എടുത്താൽ ഇതിനെ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്ന് പറയും. പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്ററൽ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ലാറ്ററൽ മെഷർമെൻറ്റ് എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി ആംഗിൾസിലായിരിക്കും. ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, ഒബ്ലീക്ക് ഓഫ്സെറ്റ്. ഒബ്ലീക്ക് ഓഫ്സെറ്റ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി അല്ല. അപ്പോൾ ഈ ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചരിച്ചൊരു ലാറ്ററൽ മെഷർമെൻറ്റ്സ് എടുക്കും. ഇങ്ങനെ എടുക്കുന്നത്, അതായത് 90 ഡിഗ്രി അല്ലാതെ അതർ ദാൻ 90 ഡിഗ്രി ആംഗിളിൽ, അതർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഒബ്ലീക്ക് ഓഫ്സെറ്റ് എന്ന് പറയാം. ലാറ്ററൽ മെഷർമെൻറ്റ്സിനെയാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ലാറ്ററൽ മെഷർമെൻറ്റ് ഫോർ ലൊക്കേറ്റിംഗ്. ബിൽഡിംഗ് ആവാം, അതുപോലെ പോണ്ടാവാം, എന്തിനാണ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അതിന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ലാറ്ററൽ മെഷർമെൻറ്റ്സ്. ഇത് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റും ഉണ്ട്, ഒബ്ലീക്ക് ഓഫ്സെറ്റും ഉണ്ട്. മെയിൻ സർവേ ലൈനിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്നും, അതെന്നാൽ 90 ഡിഗ്രിയിലാണ് നമ്മൾ ലാറ്ററൽ മെഷർമെൻറ്റ്സ് എടുക്കുന്നതെങ്കിൽ അതിനെ ഒബ്ലീക്ക് ഓഫ്സെറ്റ് എന്നും പറയാം. ഇനി ഈ ഓഫ്സെറ്റ് നമ്മൾ എടുക്കുന്നത് 15 മീറ്ററിനെക്കാട്ടിയും കൂടുതലായിട്ട് വരികയാണെങ്കിൽ അതിനെ ലോങ് ഓഫ്സെറ്റ് എന്നും, 15 മീറ്ററിന് കുറവാണെങ്കിൽ ഷോർട്ട് ഓഫ്സെറ്റ് എന്നുമാണ് പറയുന്നത്. ഓഫ്സെറ്റ് ലെസ് ദാൻ 15 മീറ്റർ ആണെങ്കിൽ ഷോർട്ട് ഓഫ്സെറ്റ്, ഗ്രേറ്റർ ദാൻ 15 മീറ്റർ ആണെങ്കിൽ അത് ലോങ് ഓഫ്സെറ്റ്. ചെയിൻ സർവേയിങ്ങിൽ മെയിൻ ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ചെയിൻസ് തന്നെയാണ് അല്ലേ. മെയിനായിട്ട് നമ്മൾ 20 മീറ്റർ ചെയിനും 30 മീറ്റർ ചെയിനുമാണ് ചെയിൻ സർവേയിങ്ങിൽ യൂസ് ചെയ്യാറുള്ളത്. ചെയിൻസ് എങ്ങനെയാണ്? ഓരോ ലിങ്ക്സ് കണക്ട് ചെയ്തിട്ടാണ് ചെയിൻസ് വരുന്നത് അല്ലേ. ആ ഒരു ലിങ്കിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ ലിങ്ക് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വെച്ചിട്ട് അതിൻ്റെ ഡയമീറ്റർ 4 mm ആയിരിക്കും. ഓക്കെ, 4 mm ഉള്ള ഡയമീറ്ററുള്ള ലിങ്ക് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ആ ലിങ്ക് കണക്ട് ചെയ്യാനായിട്ട് 3 സർക്കുലർ റിങ്സ് വെച്ചിട്ടാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ. 3 സർക്കുലർ അല്ലെങ്കിൽ ഓവൽ റിങ്സ് വെച്ചിട്ടാണ് ഈ ലിങ്ക് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഹാൻഡിൽ ബ്രാസ് ഹാൻഡിലാണ്. ഈ ബ്രാസ് ഹാൻഡിലും അതിൻ്റെ ലിങ്കുമായിട്ടുള്ള ആ ഒരു കണക്ഷന് സ്വിവൽ ജോയിൻ്റ് എന്നാണ് പറയുന്നത്. ആ ജോയിൻറ്റിനെ സ്വിവൽ ജോയിൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എവ്രി 1 മീറ്ററിൽ ഒരു ബ്രാസ് റിങ് കൂടി പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഒരു 5 മീറ്റർ ഇൻ്റർവെല്ലിൽ ടാലീസ് പ്രൊവൈഡ് ചെയ്യും. ഈ ടാലീസ് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ടാലീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 5 മീറ്ററിൽ സിംഗിൾ ഹെഡ് ടാലിയാണ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ? സിംഗിൾ ഹെഡ് ടാലിയാണ്. 10 മീറ്റർ ആകുമ്പോൾ അത് ഡബിൾ ഹെഡ് ടാലീസായി. അതുപോലെ അടുത്ത എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് 5 മീറ്റർ ആകുമ്പോഴത്തേക്ക് സിംഗിൾ ഹെഡ് ടാലി തന്നെ കൊടുക്കും. ഈ എൻഡിൽ നിന്നും 10 മീറ്റർ ആകുമ്പോഴത്തേക്ക് 10 മീറ്റർ ആകുമ്പോൾ 2 എൻഡിൽ നിന്നും 10 മീറ്റർ ആയല്ലേ. 20 മീറ്റർ ചെയ്യുന്നല്ലേ. അപ്പോൾ 2 എൻഡിൽ നിന്നും 10 മീറ്റേഴ്സായി. അപ്പോൾ അവിടെ ഡബിൾ ഹെഡ് ടാലീസാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് 30 മീറ്ററിൽ ഒരു 5 മീറ്റർ ഇൻ്റർവെല്ലിലും ടാലീസ് ഉണ്ട്. ടാലീസിൻ്റെ ഇതിൽ സിംഗിൾ ഹെഡും ഡബിൾ ഹെഡുമാണ്. 30 മീറ്റർ ആകുമ്പോഴത്തേക്ക് അതിൽ 3 ടൈപ്പ് ടാലീസ് വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ചെയിൻസിൽ അറിഞ്ഞിരിക്കേണ്ടത്. ടൈപ്സ് ഓഫ് ചെയിൻസ് 2 ടൈപ്പ് ചെയിൻസ് ആണുള്ളത്. ആദ്യത്തെ മെട്രിക് ചെയിൻസ്, രണ്ടാമത്തേത് നോൺ മെട്രിക് ചെയിൻസ്. മെട്രിക് ചെയിനിലാണെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്ററിലായിരിക്കും.
നോൺ മെട്രിക്കിലാണെങ്കിൽ ഫീറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം മെട്രിക് ചെയിൻ നോക്കാം. മെട്രിക് ചെയിൻ രണ്ട് ലെങ്തിലുള്ളത്, അതായത് 20 മീറ്റർ ലെങ്തിലും ഉണ്ട്, 30 മീറ്റർ ലെങ്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ലിങ്കിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ 20 മീറ്റർ ലെങ്തിൽ എത്ര ലിങ്ക് കാണും? നമ്പർ ഓഫ് ലിങ്ക് 100 ലിങ്ക്സ് ആയിരിക്കും. ഇതിൽ നമ്പർ ഓഫ് ലിങ്ക് 150 ആയിരിക്കും. ഓക്കെ, ഒരു ലിങ്കിൻ്റെ ലെങ്ത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 20 മീറ്ററിൽ എത്ര ലിങ്ക് കാണും? നമ്പർ ഓഫ് ലിങ്ക് 100. 30 മീറ്ററിലാണെങ്കിൽ എത്രയായിരിക്കും? 150. ഓക്കെ, ഇനി ഇതിൽ ഓരോ 5 മീറ്റർ ഇൻ്റർവെല്ലിലും ഓരോ ടാലീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ട ഫിഗറിലുള്ളതുപോലെ ഓരോ 5 മീറ്റർ ഇൻ്റർവെല്ലിലും ഒരു ടാലീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓർത്തിരിക്കേണ്ടത് ഈ നമ്പർ ഓഫ് ലിങ്ക്സ് ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത രണ്ടാമത്തെ ടൈപ്പ് എന്തായിരുന്നു? നോൺ മെട്രിക് ആയിരുന്നു അല്ലേ? നോൺ മെട്രിക് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ആദ്യത്തേത് എൻജിനീയേഴ്സ് ചെയിൻ. എൻജിനീയേഴ്സ് ചെയിനിൽ ലെങ്ത് 100 ഫീറ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഇതിൽ ഫീറ്റിലാണ് മെഷർ ചെയ്യുന്നത് അല്ലേ? എൻജിനീയേഴ്സ് ചെയിനിലെ ലെങ്ത് എത്രയാണ്? 100 ഫീറ്റ് ആണ്. ഒരു നമ്പർ ഓഫ് ലിങ്ക് 100 ലിങ്ക്സും ആണ്. ഓക്കെ, 100 ഫീറ്റ് ആണ്, 100 ലിങ്ക്സ് ആണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് സർവേയേഴ്സ് ചെയിൻ. സർവേയേഴ്സ് ചെയിന് വേറൊരു പേരൂടുണ്ട്, ഗണ്ടേഴ്സ് ചെയിൻ. സർവേയേഴ്സ് ചെയിൻ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ. ഇതിന് 66 ഫീറ്റ് ലെങ്ത് ആണുള്ളത്. നമ്പർ ഓഫ് ലിങ്ക് 100 തന്നെയാണ്. 66 ഫീറ്റ്, 100 ലിങ്ക്സ്. മൂന്നാമത്തെ ടൈപ്പാണ് റവന്യൂ ചെയിൻ. റവന്യൂ ചെയിന് 33 ഫീറ്റ് ലെങ്ത് ആണ്, 16 ലിങ്ക്സ് ആണുള്ളത്. ഓക്കെ, ഈ റവന്യൂ ചെയിൻ കാഡസ്ട്രൽ സർവേക്കാണ് ഉപയോഗിക്കാറുള്ളത്. എന്താ കാഡസ്ട്രൽ സർവേ? നമുക്ക് എന്തെങ്കിലും ബൗണ്ടറീസൊക്കെ, ഒരു പ്ലോട്ടിൻ്റെ ബൗണ്ടറീസൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സർവേ ആണ് കാഡസ്ട്രൽ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ കാഡസ്ട്രൽ സർവേക്ക് യൂസ് ചെയ്യുന്ന ചെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റവന്യൂ ചെയിൻ. 33 ഫീറ്റ് ആണ്, 16 ലിങ്ക്സ് ആണ്. ഓക്കെ, അപ്പോൾ നോൺ മെട്രിക് ഈ 3 ടൈപ്പാണ്. എൻജിനീയേഴ്സ് ചെയിൻ ആണെങ്കിൽ 100 ഫീറ്റ്, 100 ലിങ്ക്. സർവേസ് ചെയിൻ 66 ഫീറ്റ്, 100 ലിങ്ക്. റവന്യൂ ചെയിൻ 33 ഫീറ്റ്, 16 ലിങ്ക്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് 2 ടൈപ്പ് ചെയിൻസ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.